ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് നമുക്ക് എണ്ണയൊന്നും വേണ്ടാതെ വെള്ളത്തിൽ തന്നെ തിളച്ച വെള്ളത്തിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പൂരി പൊരിച്ചെടുക്കാം. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ടിപ്സൊക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നും പറഞ്ഞ് എനിക്കും ഒരുപാട് കമൻസും മെയിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലൊരു വീഡിയോ ഞാനും ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണിത് കിട്ടുന്നതെന്ന് നോക്കാമല്ലോ. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് മാവിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്, 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ച ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 1 ടേബിൾ സ്പൂണുള്ള റവയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ അല്പമായിട്ടാണ് വെള്ളം ചേർക്കുന്നത്. എല്ലാം കൂടി എനിക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂട് വെള്ളമല്ല ചേർക്കുന്നത്, സാധാരണ വെള്ളം തന്നെയാണ്. അപ്പോൾ ചൂട് വെള്ളം ചേർത്തിട്ട് നമ്മൾ പൂരിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചധികം എണ്ണ നമ്മൾ പൊരിച്ചെടുക്കില്ല, കുറച്ചധികം എണ്ണ കൂടുതൽ ആവശ്യം വരും നമ്മൾ പൂരി പൊരിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇടയ്ക്ക് ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ മാവൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം പൂരി പൊരിച്ചെടുക്കുകയാണ്. അപ്പം പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അപ്പം തന്നെ ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ മാവ് എടുത്തിട്ടുള്ളത്. ഇത് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം സാധാരണ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി പരത്തുമല്ലോ, ആ ഒരു ഇതിലിട്ട് നമുക്ക് വേണമെങ്കിൽ പരത്തിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പൂരി പ്രസ്സിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ അതാകുമ്പോൾ എളുപ്പത്തിൽ പണി കഴിയുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു സമയം കൊണ്ട് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 കപ്പോളം പച്ചവെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ പരത്തി വെച്ചേക്കുന്ന ആ ഓരോ പൂരിയുടെ മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരല്പ സമയം കൂടുതൽ എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ തിളച്ച് നിന്നിരുന്നു. പിന്നെ ഞാനത് 2-3 പ്രാവശ്യമായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നല്ലതുപോലെ വെള്ളമല്ലേ, നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, അപ്പോൾ അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും നല്ലതുപോലെ വെട്ടി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ മറിച്ചിട്ടതിന് ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ട് ഒരു പൂരി എന്നുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ മാവ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഒരു വെള്ളത്തിൻ്റെ നനവുണ്ട് കേട്ടോ ഈ ഒരു പൂരിക്ക്. എന്തായാലും നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടെ കട്ടിക്ക് ഇത്രയും അങ്ങോട്ട് പരത്താതെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് മാവ് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോഴത്തേക്കും കുറച്ച് കുമിളകൾ വരുന്നുണ്ട് കേട്ടോ. നേരത്തെ ഒട്ടും വന്നിട്ടില്ലായിരുന്നല്ലോ, ഇപ്പോൾ കട്ടിക്ക് എടുത്തപ്പോൾ കുറച്ച് കുമിളകൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് മറിച്ചിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ വെള്ളത്തിൽ ഫ്രൈ ചെയ്തെടുത്ത് ആദ്യം കുറച്ച് പരത്തിയെടുത്തല്ലോ, അതിനേക്കാളും കുറച്ച് കുമിളകളൊക്കെ വന്ന് വലിയ ഒട്ടലൊന്നും ഈ ഒരു ഇപ്പോൾ ചുട്ടെടുത്ത പൂരിയിൽ അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ എങ്കിലും പൂരി എന്ന് പറയാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല ഇത് പൂരി എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത്. കാരണം നമ്മൾ പൂരി എന്ന് പറയുമ്പോൾ എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ പൊങ്ങി നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരുമല്ലോ. ഇത് അങ്ങനെയൊന്നുമില്ല, ചെറിയ ഒട്ടലൊക്കെ ഉണ്ട്. പക്ഷെ കഴിക്കാം, നമുക്കിതിലൊരു സ്റ്റഫൊക്കെ ചെയ്ത് കൊടുത്താൽ കഴിക്കാം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതേ മാവ് തന്നെ ഞാനിപ്പോൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതും കൂടെ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ അത്രയും എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് പൂരി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ അല്ലേ അത് അതിൻ്റേതായൊരു നമ്മൾ പൂരി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പൂരി ഇരിക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാവ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് പൂരി വരും. അപ്പോൾ നമ്മളിപ്പോൾ റവയും കൂടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പിയിൽ തന്നെ നല്ല മുരിഞ്ഞ് തന്നെ കിട്ടും പൂരി. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള പൂരി. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളിപ്പോൾ എണ്ണയിൽ പൂരി ഉണ്ടാക്കിയെടുത്താൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ വെള്ളത്തിൽ പൂരി ഉണ്ടാക്കിയെടുത്താൽ എങ്ങനെയാണ്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. കാരണം ഈ ഒരു വൈറലായിട്ടുള്ള വീഡിയോ ആണ് ഈ വെള്ളത്തിൽ പൂരി ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്കും റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്ന് എന്താണ് എന്നുള്ള വീഡിയോ ചെയ്ത് കാണിക്കുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ മറ്റേ പൂരി, വെള്ളത്തിലുണ്ടാക്കിയ പൂരി നമുക്ക് കഴിക്കാൻ പറ്റുന്ന പൂരി തന്നെയാണ്. പക്ഷേ പൂരി എന്നല്ല, നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ സമൂസയുടെ ഷീറ്റൊക്കെ ദോശമാവിൽ ചുട്ടെടുക്കില്ലേ, അത് നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ്, ഒരു ലെയർ, നമുക്കൊരു സ്നാക്സിനൊക്കെ ഒരു ലെയറായിട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ്.
അല്ലാതെ നമുക്കിപ്പോൾ ഒരു പൂരിയിൽ നമ്മൾ കറിയൊക്കെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ സാലഡ്സൊക്കെ വെച്ചിട്ട് കഴിക്കില്ലേ, അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല ഈ ഒരു വെള്ളത്തിൽ ചെയ്തെടുക്കുന്ന പൂരി. കാരണം ഇതിന് അത്യാവശ്യം നനവും ഇങ്ങനെ ഒട്ടലൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ അടുക്കിച്ച് വെച്ച് നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. കാരണം അത് പെട്ടെന്ന് ഈ ഓരോ ലെയറും ഒട്ടിപ്പിടിക്കും. ഇനി നമ്മൾ എണ്ണയിൽ പൊരിച്ച പൂരി നോക്കുവാണെങ്കിൽ അതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരുമിച്ച് വെക്കാം, അതങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. പിന്നെ കറികളില്ലെങ്കിൽ കൂടിയും ചൂടോടെ ആണെങ്കിൽ ഈ പൂരി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു 2 പൂരിയുടെയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.